ഇന്നത്തെ വിഷയം സൺസ്ക്രീമാണ്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി സൺസ്ക്രീം ഇട്ടിട്ടൊന്നും ഒരു യൂസും ഇല്ല ചേച്ചി, ഇട്ട പോലെ തന്നെ ഇല്ല, ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ചേച്ചി, വേറെ എന്താ തേക്കേണ്ടത് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഏതാണ് സൺസ്ക്രീം യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത്, ചില കുട്ടികൾ സോപ്പാണ് യൂസ് ചെയ്യുന്നത്, ചിലർ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത്, ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യണം. ചില കുട്ടികൾക്ക് സോപ്പ് തന്നെ നിർബന്ധം എന്നുള്ള കുട്ടികളും ഉണ്ട്. പലരും പറയും, ചേച്ചി ഞങ്ങൾക്ക് ഫേസ് വാഷ് പറ്റത്തില്ല, സോപ്പ് തന്നെ യൂസ് ചെയ്ത് ശീലമായിപ്പോയി, അതുകൊണ്ട് സോപ്പ് തന്നെ വേണമെന്ന് പല കുട്ടികളും എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് പറയുന്നത്, സോപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ ബേബി സോപ്പ് യൂസ് ചെയ്യുക. നോർമലി സോപ്പൊന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത്, അതിലൊക്കെ നല്ല കെമിക്കലൊക്കെ ഉള്ളതാണ്. ബേബി സോപ്പിൽ മൈൽഡായിട്ടേ ഉണ്ടാവുള്ളൂ, എന്നാലും ഉണ്ടാവും, മൈൽഡായിട്ടേ കെമിക്കൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേബി സോപ്പ് യൂസ് ചെയ്യുക. ഈ കാര്യത്തിലേക്ക് വരാം ഞാൻ. ഇനി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സൺസ്ക്രീം വെച്ചാൽ, ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യണം. അതെങ്ങനെയാണ്, ആദ്യം നമ്മൾ വെള്ളം കൊണ്ട് നന്നായിട്ട് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് മുഖത്തേക്ക് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ജെൻ്റ്ലി ആയിട്ട് റൗണ്ടായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. കണ്ണിൻ്റെ ചുറ്റും മൂക്കിൻ്റെ ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം, ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് എങ്കിലും നമ്മൾ മസാജ് ചെയ്യണം ഈ ഫേസ് വാഷ്. എന്നിട്ട് വേണം നന്നായിട്ട് വാഷ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ സൺസ്ക്രീം യൂസ് ചെയ്യാവും. ഈ വാഷ് ചെയ്ത ഉടനെ തുണി എടുത്തിട്ട് അങ്ങ് നമ്മൾ അമർത്തി ഫേസ് ഒന്നും തുടയ്ക്കാൻ പാടില്ല. ജെൻ്റലി ആയിട്ട് ഒരു സോഫ്റ്റ് തുണി എടുത്ത് ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് ഒപ്പിയെടുക്കുക. അങ്ങനെ മുഖം തുടയ്ക്കാവും. അല്ലാതെ നമ്മൾ തുണിയൊക്കെ എടുത്ത് തോർത്തൊക്കെ എടുത്ത് മുഖം തുടയ്ക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. പലരും ഇങ്ങനെ തോർത്തൊക്കെ എടുത്ത് ഞാൻ തുടയ്ക്കൽ കണ്ടിട്ടുണ്ട്, അതുപോലെ ചെയ്യരുത്. ലൈറ്റായിട്ടേ തുടയ്ക്കാവും മുഖം എപ്പോഴും. എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ എടുത്ത് കുറച്ചെടുത്തിട്ട് മുഖത്തൊക്കെ അതും ജെൻ്റലി ആയിട്ട് തന്നെ അതും ലൈറ്റായിട്ട് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ലൈറ്റ് മസാജ് മതി, കൂടുതൽ മസാജ് കൊടുക്കരുത്, അത് ഹീറ്റാവും. ക്രീം ഹീറ്റാവും, നമ്മളെ കയ്യിൽ കൂടുതൽ നേരം മസാജ് ചെയ്യുമ്പോൾ ഹീറ്റാവും. അപ്പോൾ ഹീറ്റ് ആവാനുള്ള സാധ്യത കൊടുക്കാതെ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് സർക്കിൾ മൂവ്മെൻറ്റിൽ ഈ മോയ്സ്ചറൈസറിനെ തേക്കുക മുഖത്തേക്ക്. എന്നിട്ട് അത് ഒബ്സർവ് ആക്കാൻ വിടുക. അത് 1 മിനിറ്റ് കഴിഞ്ഞ് ഒബ്സർവ് ആയതിന് ശേഷം വേണം ഈ സൺസ്ക്രീം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എല്ലായിടത്തും 2 ഫിംഗറിൽ സൺസ്ക്രീം എടുത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ജെൻ്റലി ആയിട്ട് അത് മസാജ് ചെയ്തിട്ട് അതൊന്ന് ഒബ്സർവ് ആക്കാൻ വിടുക. അത് ഒബ്സർവ് ആയതിന് ശേഷം നമ്മൾ ബേബി പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾ ഏതാ കോമ്പാക്റ്റോ എന്താ യൂസ് ചെയ്യുന്നത് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ പൗഡർ യൂസ് ചെയ്തില്ലെങ്കിൽ ഡസ്റ്റ് വന്നിട്ടിരിക്കും ഫേസിൽ. അപ്പോൾ അതിലും നല്ലത് പൗഡറാണ്. അപ്പോൾ പിന്നെ ഡസ്റ്റ് വന്നാലും പൗഡറിൻ്റെ മുകളിലേ വന്നിരിക്കുള്ളൂ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടായിരിക്കും. ഇനി ഏതൊക്കെ സൺസ്ക്രീമാണ് യൂസ് ചെയ്യേണ്ടത്, നല്ല ബ്രാൻഡ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്സ്.